ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓട്സ് ദോശയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കപ്പ്, നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അതേ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദാ നമ്മുടെ ഓട്സ് എല്ലാം നല്ലോണം കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് ഓട്സിന് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ദാ നമ്മുടെ ഓട്സ് എല്ലാം കുതിർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ദാ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഓട്സ് ദോശ. അപ്പോൾ നമ്മൾ ഓട്സ് എല്ലാം ഞാൻ ദാ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ ഉറച്ച നമ്മുടെ പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ അത് ദാ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ദാ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതേ സമയം നമ്മുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് അരച്ച് റെഡിയാക്കി എടുക്കാമേ. അപ്പം ഞാൻ ഇത് അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബൗളിലോട്ട് തന്നെ മാറ്റാമേ. അപ്പോൾ ഇത് ആ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, അത് നമ്മുടെ ഒരു ദോശമാവിൻ്റെ പരുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചിട്ടു. ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം നമുക്ക് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് അതേപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. ബൈ ബൈ.